പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങോട്ട് എനിക്കല്ല നിക്കല്ലടാ. കറക്റ്റാണ്. മതിയായിട്ടോ, ഷാനൊക്കെ വരാണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സൈഡാക്കിട്ട് ഇനി ഷാനൊക്കെ വന്നിട്ട് ഇങ്ങനെ എഴുതി മാർക്കർ കിട്ടോ? മാർക്കറിന് 150. എങ്ങനെ നഷ്ടം പറയരുത് നമ്മളെ. ഇത് തുറക്കാൻ പറഞ്ഞ എന്താ ചെയ്യാ? തുറക്കാൻ പറഞ്ഞാൽ തുറക്കും. കൊറേ ഫുഡ് സാധനങ്ങളില്ലേ, എന്തേലും തുറപ്പിക്കൂ. ആ തിന്നുന്ന പറഞ്ഞേ. ആ ചക്ക കുരു എടുത്ത് വിളിച്ചു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എവിടെയാണ് പോണത്? അറബിന്റെ നാട്ടിലുണ്ട്. ദുബായിക്ക് ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. നിഹാൽക്കുണ്ട്. ദുബായില് വർക്ക് ഉണ്ടോ? ദുബായിൽ എന്തെങ്കിലും വർക്ക് ചെയ്യോ? എന്താ പറയും? ചെക്കനോട് നമുക്ക് വേണ്ടി ഈ ഒരു പരിപാടി ഒരുക്കി തന്ന അർബാബ് അനുവിനും മാനേജർ ഒരുപാട് നന്ദി എല്ലാവർക്കും. നമ്മൾ 4 ആളാണ് ഒരു സീറ്റിൽ. ഞാനും ജിംഷ, അനു, ഷാനു, ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. കാണിക്ക് കിട്ടിയിട്ടില്ല, സോറി കിട്ടിയിട്ടില്ല. ഹായ് ഗൈസ്, അപ്പോൾ അധികം ഷോർട്സ് ഒന്നും എടുക്കുന്നില്ല. ബിക്കോസ് ഇവിടെ 100 ആൾക്കാർ വ്ളോഗ് എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പത്രത്തിലെ കാണിച്ചു കൊടുക്കണോ? കേക്കു അനാനെ. Hey guys,
നമുക്കിത് അച്ചപ്പൻ സ്പോൺസർ ചെയ്തിരുന്നു കൊല്ലം കണ്ണൂർ കെട്ടിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇതെന്ത് മറന്നോണേ. നോന്നൊക്കെ ഇതൊക്കെ നമ്മൾ ഇത് കൂടാണ്ട് കുറച്ചധികം സാധനങ്ങളും കൂടി ഉണ്ട് ഗൈസ്. എനിക്കിപ്പം നല്ല വിശക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഇതിലേ ഇപ്പൊ വന്നിട്ട് 2025 ലാർജ് ഉണ്ടാവും. ടീഷർട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് ഗൈസ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഫാൻസ് ഫ്ലൈറ്റ് എടുക്കാൻ പോകുമ്പോഴും മാനേജറിന് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് വിടുന്നു. ഞാൻ റിയൽ സ്റ്റാൻഡേർഡ് അല്ലേ? നീ എന്താ സംസാരത്തില് ഷാൻ ഞാൻ ഇങ്ങനെ തന്നെ അല്ലേ ഷാൻ സംസാരിക്കല്? നമ്മൾ പോകാൻ പോവുകയാണ്. കൊല്ലം ഫ്ലൈങ് കൊല്ലല്ലേ പേരിലുണ്ട് എനിക്ക്. പിന്നെ ഞാൻ അവിടെ നിന്നല്ലേ അപ്പം എന്നിട്ട് പോയി. What I ate in a flight from Calicut to Dubai. ഇവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കാം. കളിയാക്കിയവരൊക്കെ വരുന്നുണ്ട്, വേണ്ടെന്ന് പറഞ്ഞവരും വരുന്നുണ്ട്. ഇതാ സമൂസ ഉണ്ട്, സമൂസ ഉണ്ട്, മണ്ട ഉണ്ട്, കേക്ക് ഉണ്ട്. റേറ്റ് ടേബിൾ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു ഗൈസ്. വിച്ച് മീൻസ് നമ്മളിപ്പം തിന്നാൻ പാടില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫ്ലൈറ്റ് എടുത്തിട്ട് തിന്നാം. പ്ലീസ് ഹോൾഡ് ഫോർ വെയിറ്റ്. അല്ല ഫോണൊക്കെ പോയിക്കോ. ഞാനോ കണ്ടല്ലേ നമ്മള് കറിയാറായിട്ടുള്ളൂ. ചെറിയ ബ്ലോക്ക് ഉണ്ട്. ജംഗ്ഷൻ എത്തുമ്പോ പള്ളിന്റെ അടുത്ത് ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ഇതൊന്ന് കൈ വെക്ക് കാണണ്ടോ കരാ. ഇത് ഒരു സൈഡേ എന്നാ ആടാ ഇഷ്ടത്തില്ല. അത് കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ. ചെറിയ സാധനം എടുക്കല്ലേനോ ആദ്യം? ഇത് സമൂസ അല്ല, അതിന്റെ പേരാണെന്തോ മണ്ടയോ അങ്ങനെ എന്തോ. ഇത് ഓസോംപാളിയാ? ഇതാണ് ഓസോംപാളി. നമ്മളുള്ളത് കോടങ്ങാട് പള്ളി കഴിഞ്ഞ് വലിയ പള്ളി. ഇതൊന്നും കാണുന്നില്ല. ഇവിടെ ഫുള്ള് മഞ്ഞ വീഴ്ചയാണ്. മഞ്ഞല്ല, മഞ്ഞാണ് വെയിൽ. അതാ ഒരു വെള്ള കളർ മൊത്തം കണ്ണം തോന്നുന്നു. മേഘം
എന്താ എനിക്ക് ചെയ്യാൻ പറ്റൂല? ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒരു പാക്ക് ഗെറ്റ് വെൽ സൂൺ. താങ്ക്സ്. അത് കൊടുക്ക്. അതിൻ്റെ തേങ്ങ കൊണ്ടുവന്ന് വെച്ചു. കോഴിയുടെ തേങ്ങ സ്നേഹനിധിയായ മാനേജർ നമുക്ക് ജ്യൂസും കപ്പ് നൂഡിൽസ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ശമ്പളത്തിന് കട്ടായി. കഴിച്ചതിന് മാറിപ്പോയിട്ടാ. എന്തൊരു വെക്കം. എന്നാളും നമ്മളൊന്നായിടും കരളിൽ നീയും പാനോളം പോകുന്നതാ. അങ്ങനെ സൗണ്ടിലാണ്. എന്നാളും നമ്മളൊന്നായിടും കരളിൽ നീയും പാനോളം പോകുന്നതാ. നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ ഓഴങ്ങളായ കലങ്ങളിൽ കൈകോർത്തു നാമെന്നും നൽനാഴിലും കണ്ണീരിലും ഒന്നായി നാമെന്നും കണ്ണോട് കണ്ണായിടാം മെയ്യോട് മെയ്യായിടാം കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാം നീയോട് മെയ്യായിടാം. കേക്കണ്ടാവോ? നോക്കിയോക്ക് അതിൽ കൊണ്ടേ കൺവിഴിത്തേനവൻ കാണവില്ലേ കൺവിഴിത്തേനവൻ കാണവില്ലേ എന്നോട് ഒന്നിണ്ടാക്കും വരെ കണ്ണാനെ കണ്ണേ പുണ്ണാനെ കണ്ണേ എൻ മീത സായവാ പുണ്ണാന നെഞ്ചേ പുണ്ണാന കയ്യാ പൂ പോലെ നീ വാ. എന്നും നാളാ
വരെ എങ്കൽ കഥൈ ഇന്നും വരെ എങ്കൽ കഥൈ. ഹലോ ഗായ്സ്, നമ്മള് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. ഒരു പക്ഷി പോലും പറഞ്ഞില്ല. ഞാൻ ആ മേഘങ്ങളൊക്കെ കാണാൻ വേണ്ടി അത് കണ്ടു. പൊങ്ങിയ സമയത്ത് കണ്ടു. എന്നെ സമാധാനം. ഈ ഹൈറ്റിലൊന്നും പക്ഷി പറക്കൂലെ? ഈ ഹൈറ്റിലൊന്നും വിമാനങ്ങളിൽ കാണാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ പോകുമ്പോ അപ്പുറത്തെ സൈഡിൽ വിമാനം കാണാൻ ഇത് എടപ്പള്ളി ജംഗ്ഷൻ ഒന്നും അല്ല. കാണാൻ പറ്റൂലേ? പാസ് ചെയ്യുന്നതാണല്ലോ. അങ്ങനെ കാണാൻ കഴിയും? ഇങ്ങനെ രണ്ട് വിമാനം ഒരേ റൂട്ടിൽ പോകില്ലല്ലോ. നേർക്ക് നേരെ ഇടിക്കല്ലേ? അല്ല, ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. കാണുന്ന ഡിസ്റ്റൻസിലാണ് എന്താ സ്പീഡ്? ശരിക്കും അപ്പോഴാണ് സ്പീഡ് മനസ്സിലാവണേ. വീടുണ്ട്. ഞാനത് അത് പ്രാർത്ഥിക്കാം, മറ്റെടുത്തില്ല. അതെടുത്ത് അതിനൊരു കേക്ക് കഴിക്കട്ടെ. അപ്പൊ ഗൈസ്, ദുബായിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേക്ക് മതി എനിക്ക്. എന്താ നന്ദി പറയണ്ടേ? ഏതായാലും ഞങ്ങള് വിശന്ന് വെള്ളം കുടിച്ച് നിങ്ങൾക്ക് എന്നാ പിന്നെ നൂഡിൽസ് വാങ്ങിക്കൂടേനോ? ഷാന് പറഞ്ഞല്ലേ വാങ്ങാൻ. നിമിഷം ഒന്ന് ചോദിച്ചില്ലേ ഇത് വേണോന്ന്? അപ്പൊ പിന്നെ വണ്ടി വന്നില്ല. രണ്ടോട്ടം വണ്ടി വന്നു. അപ്പൊ ചിപ്സിനെ കഴിച്ചപ്പോ 200 രൂപ. എന്നാ ശരിയായിരുന്നു. ഞങ്ങളൊരു കപ്പ് നൂഡിൽസ് വാങ്ങിയത് 300 രൂപയൊക്കെ. പക്ഷെ അത് കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ കഴിച്ചില്ല. നിഹാല് വാങ്ങിയ സാധനമാണ് ഇത്, ഈ പേപ്പർ ബോട്ട്. ഇത് പിന്നെ ഉണ്ടോ? ഇതിനുള്ളിൽ എന്താ? ഇതിൻ്റെ ഉള്ളില് തേങ്ങയും പഞ്ചസാരയും. എന്റെ പേരെന്താ? ഇതിന്റെ ഒന്നും പേര് കൊല്ലം പറയണ്ടേനു. മണ്ട, കോഴിയുടെ തേങ്ങയുടെ ഉണ്ടാക്കിയത്. നേരത്തെ ഭക്ഷണമായി വന്നത് ഫാത്തിമയാണ്. നന്ദി രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ഈച്ചോനെ കൊന്നു. ഇതിനാരാ കോഴിയുടെ പറയാ? ഇത് തേങ്ങയുടെ എടുത്തോണ്ട് വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് തേങ്ങയാണെങ്കിലും വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുക. കൊല്ലക്കാരെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ. നല്ലതല്ലേ പറഞ്ഞത്? ഞാൻ കണ്ണൂരാണേ. കണ്ണൂർ ഇപ്പോഴല്ലേ കണ്ണൂരായത്? കാണുമ്പോ എന്നോടൊന്നും തോന്നരുത്. എനിക്കിനെ നാട് ഇഷ്ടമായിട്ട്. ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടില്ല വ്ളോഗില്. ഏത് ക്ലിപ്പ്? മെഷീൻ ഗൺ ഇട്ടിട്ടില്ല. മാറ്റർ വിട്. നല്ല കാര്യങ്ങൾ സംസാരിക്കാം. ഒരു ഫാമിലി വ്ളോഗാണ്. എപ്പോഴാണ് താങ്കൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്? എനിക്കറിയില്ല. ഇതിപ്പോ ഇതിനൊരു തുടക്കമൊന്നും ഇല്ല. താഴത്തു നോക്കിയ മൈക്കില്ല, മോള് കയറി മൈക്ക് എങ്ങനെ വന്നു? മോള് കയറിയപ്പോ നിഹാല് അവിടെ ഫോൺ ചെയ്യാ. നിഹാലിന്റെ അടുത്ത് വാങ്ങിയതാ. ഞാനവിടെ ഈച്ചോണ്ടൊപ്പം ഇരുന്ന് കുറച്ചേരം പാട്ട് പാടിയിരുന്നു. ഞാൻ എന്തായാലും ഇതിപ്പോ ഇവിടെ വെച്ചാല് ചിറാപ്പുഞ്ചില് മഴയൊന്നുമില്ല, ഫുൾ വെയിലാണ്. വെയില് കാണിച്ചു തരാട്ടോ. ചിറാപ്പുഞ്ചി വെയിലത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, നിലാവഞ്ചി മുഴയത്ത്, എയർ ഇന്ത്യ തുഴഞ്ഞെത്ത്. ഇതൊന്നും തിന്നുണ്ടല്ലോ. പിന്നെ രാത്രി ഫുഡ് കഴിച്ചാൽ ഈ മണ്ട, ഇതിന്റെ പേരാണെന്ന് തോന്നുന്നു മണ്ട. അങ്ങനെ ഞങ്ങളെ തീറ്റിക്കാൻ നോക്കണ്ട. അത് കോഴിയുടെ ഇതാണ് കോഴിയുടെ പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ചിക്കൻ ഫില്ല് ചെയ്ത സാധനം. തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടോ? ചിക്കൻ ഫില്ല് ചെയ്ത് അടിപൊളിയാണ്. ആണോ? ഇത് തേങ്ങയും പഞ്ചസാരയാണ്. അജുന് മാറ്റി കുറച്ച് ഐറ്റംസ് ഇറക്കി അങ്ങനെ കൊണ്ടോട്ടോ. ഇതൊക്കെ തന്നെയാണ്. അജുന്ന് വരുമോ? ഇന്ന് വരില്ല. നാളെ സാറ്റർഡേ. നാളെ രാത്രി വരുള്ളൂ. പൊളിക്കും. അപ്പോ ഞങ്ങൾ ആരും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വ്ളോഗ്സ് എടുക്കുന്നില്ല. ഞാൻ ഇതിന്റെ ഉള്ളിലാണ് കൂടുതൽ എടുത്ത്. ഒന്നാമത് മെയിൻ വ്ളോഗ് അവിടെ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാം കൂടി ക്ലാഷ് ആണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൂട്ടി യോജിപ്പിച്ച ഒരു വ്ളോഗാണ്. അതായത് പഴയ തുണികളൊക്കെ തുന്നി ചേർക്കൂല അതേപോലെ. അപ്പം എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് കുറച്ച് പുറത്തത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. കുതിച്ചുയരുന്ന വെയിലത്തും പാഞ്ഞടുക്കുന്ന എയർ ഇന്ത്യയാണ് എൻ്റെ ഹീറോ. ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. ചിറകുകൾ തുന്നിച്ചേർക്കുമ്പോഴും ആഞ്ഞടിക്കുമ്പോഴും കാറ്റിൻ്റെ വേഗതയിലൂടെ ഓടുമ്പോഴും
ഒരു പതർച്ച പോലുമില്ലാതെ വാനിലൂടെ പറന്നുയരുന്ന എയർ ഇന്ത്യ എന്നും ഇതുപോലെ പറന്നുയരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇതാണ് അതിൻ്റെ ടർബോ എഞ്ചിൻ. ഗൈസ്, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സത്യമുണ്ട്, ആഷിഖ് ഒരു ലോക്കോ പൈലറ്റ് ആണ്. അതെ, അതായത് ലോക്കോ പൈലറ്റിൽ മിക്സിംഗ് കണ്ടിട്ടാണ് നമ്മൾ നേരെ ആൾക്കാരത്തേക്ക് വിളിച്ചത്. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓടിക്കുന്ന ആളല്ല, ട്രെയിൻ ലൈറ്റ് വേണമെങ്കിൽ ആഷിഖ് ഓടിക്കും. ഏത് ഹെവി വെഹിക്കിളും നിർബന്ധിച്ചാ ഓടിക്കും. പൈലറ്റിനോട് ഇപ്പൊ ഇറങ്ങാൻ പറയാൻ പോവാണ്. ആഷിഖ് ഇപ്പൊ കേറും ചിലപ്പോ. ഓലപ്പടക്കം കൊണ്ടുവന്നിക്ക. ഞങ്ങളവിടെ എന്താ അറിയാം, അതിന്റെ ഉള്ളത്തെ പൊടി ഞങ്ങളെ വീട്ടിലുണ്ടാക്കലുണ്ട്. ഇതെന്ത് ചെയ്തു, സമൂസേന്റെ ഷേപ്പ് ഉണ്ടാക്കി അതിലേക്ക് പൊടി എന്നിട്ട് പറഞ്ഞു വൈകുന്നേരം വരെ പിടിപ്പിക്കുന്നു. ഇത് നിന്നിട്ടൊരു വെള്ളം കൂടി ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഉറങ്ങാണ്. അടിച്ചപ്പോ പൊടിയൊക്കെ പാടൊന്ന് പറയാം. ചന്ദ്രന്റെ പ്രതലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൈറ്റ് എടുത്ത ചന്ദ്രൻ, ലെഫ്റ്റ് എടുത്ത എന്താ ചൊവ്വ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ദുബായിക്കാണ് പോണത്. അപ്പോൾ അവിടെ പോയിട്ട് കാര്യമുള്ള അതാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ എത്തേണ്ടത് തോന്നുന്നു. ഞങ്ങൾ ബാക്കിയുള്ള ഇത് പിടിച്ച മേഘം കാണുമ്പോൾ ആദ്യം തോന്നുന്ന പാട്ടാണ്. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളരെ അതാണ് പെട്ടെന്ന് വന്നത്. പെട്ടെന്നൊരു 5 പടം. 5 മേഘമായി വന്ന് പോകിற മേഘം സിരിക്കത് തക്കി ടക്ക് തക്ക് ജം മിന്നൽ സിരിക്കത് തക്കി ടക്ക് തക്ക്. മേഘദൂതം പാട വീണ്ടും മേഘദൂതം അതില്ലേ? അത് വേണ്ട, വേറെ എന്താ കുഴപ്പമില്ല, മേഘം മതിയല്ലോ. മഴമേഘം മനമുരുകിയുരുകി അകലെ മറയുമൊഴി. ഞങ്ങളെ പാട്ടാണ്. ദുബായ്, താഴ്വാരങ്ങൾ തട്ടിലിട്ട ദുബായ്, കുന്നുകൾ കൂട്ടിയിട്ട ദുബായ്, എന്തുകൊണ്ടും മികച്ചത് ദുബായ്. നമ്മൾ ഉടനടി ലാൻഡ് ചെയ്യും. ലാൻഡ് നല്ല രീതിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം, ആശംസിക്കുന്നു. എയർ ഇന്ത്യക്കും അനാൻഷ ലൈവിനും ഒരുപോലെ നന്ദി അറിയിച്ചുകൊണ്ട് ഫാത്തിമയുടെ ടീം. മേഘങ്ങളാൽ മൂടപ്പെട്ട കുൺമൻ നിലകൾ വരും. അപ്പം എന്ത് ക്ലിയറാ? അത് ഉണക്കി വെച്ചിട്ടാണത്. ദുബായിലേക്ക് ലാൻഡ് ചെയ്തോണ്ടിരിക്കുന്നു. പറഞ്ഞോ, എന്താ പറയണ്ടേ? എന്ത് ഇതിപ്പോ കണ്ടാർക്ക ദുബായാന്ന് അറിയാത്ത? ദുബായ് നഗരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഹൃദയരെ. പറയാനൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിലൂടെയാണ് പറന്ന്. ഇതൊക്കെ വണ്ടികളൊക്കെ പോണേ. നമ്മൾ വെൽക്കം ടു ദുബായ്. അവിടെ എത്തുന്നുണ്ട്. വെൽക്കം എന്ന് കണ്ടിട്ടുള്ളൂ, വെൽക്കം എന്ന് അറിയില്ല. നമ്മുടെ അർബാബ് എണീറ്റുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അർബാബിനെ ഇതിൽ കൂടി കാണിക്കാൻ എനിക്ക് വകുപ്പില്ല, വേറെ ആൾക്കാരെ കാണും. നമ്മുടെ നിഹാലിൻ്റെ ചിപ്സും മിച്ചറും ഒന്നും എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കസ്റ്റംസ് പിടിച്ചിട്ടുണ്ടെന്നാണ്. മിച്ചറിൻ്റെ ഉള്ളിൽ എനിക്ക് MDMA ഉണ്ടേനാ?
ഉള്ളിൽ കടലുണ്ട്. വിഷമിക്കണ്ട മുത്തേ, ഇപ്പൊ വരുന്നുണ്ടോ? നോക്കി നോക്കി ഒട്ടകങ്ങൾ വരി വരി വരിയായി. അതെന്തല്ല പച്ചന്തിരോ എവിടെടാ റാപ്പ് എവിടെടാ നിഹാൽ ബോസ് എവിടെ ആ പോയോ കസ്റ്റംസ് നോക്കിയിട്ട് പാവം അവിടുന്ന് നിഹാൽ ബോസ് എന്ന് കേറിയിട്ട് വന്ന വെട്ടിയാണ് ഗൈസ്. ഇപ്പൊ തുണിയിലാണ് പോകുന്നത്. പോട്ടർ വേഗം വണ്ടി വിടൂ. അയ്യോ നിഹാൽ ബോസിനെ കുട്ടിച്ചിട്ട് വന്ന ആളാണ് പാവം. ഷാനങ്ങടെ തിളങ്ങ വെയിലത്ത്. ചിന്തല്ലേന്നോ കളയല്ലേ. എന്തോ വള്ളി വരാണ്ട് കയ്യിലൊക്കെ ഫ്ലൈറ്റിന് പോയിട്ട് എന്താ സ്പീഡായി. നല്ല ചൂടുണ്ട്, പനിയുണ്ട്. എവിടെ പോയാലും പനിയാണല്ലോ എനിക്ക്. വളരെ റെസിസ്റ്റൻസ്, തീരെ റെസിസ്റ്റന്റ് അല്ലാത്തൊരു ബോഡിയാണ്. അതുകൊണ്ട് എവിടെ പോയാലും പനി വരും ഗൈസ്. കേൾക്കാൻ വേണ്ടി നിൽക്കാണ്. പനിയാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുഴപ്പമില്ല. മുതുകൊക്കെ കടിച്ച് പറിച്ചിക്കണ് ഈ ഒരയ്ക്ക. എന്നിട്ട് എടുത്തോളൂ. ഇങ്ങനെ സെർവ് ചെയ്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മതി. ഇതിലെ സെർവ് ചെയ്തു കേട്ടോ. കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സാലഡ്, ദി ബെസ്റ്റ്. ഞങ്ങളൊരു ഡെസേർട്ട് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. Wow. Oh my god. സ്റ്റിക്കി എന്തോ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് നല്ല ചൂടാ. അല്ലല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം.
Oh my god. Bye guys. This is literal heaven. Full time complete ആയതില്. ഓക്കെ Okay, each and a reaction. അല്ലേ ഇങ്ങനെ നല്ല സെലക്ഷൻ ആണ് ഇപ്പൊ അവിടെ ഇല്ല. KP ആണോ KB? മിസ്റ്റർ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. മിസ്റ്റർ ഹസ്ബൻഡ് മുഖം കാണിക്കില്ല. നമ്മളങ്ങോട്ടാ ഐ കൻ ഷോ ഒരു റൂം ടൂർ ചെയ്യാം. റൂം ഒന്ന് കയറി നോക്കാം. This is amazing. My sofa. Come in. So here we have Mr. Husband. ഇത് ഇവിടുന്ന് സ്റ്റാർട്ടിങ്. Can you put it in 0.5 bro? Bathroom ആണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് തരാം. This is the beautiful bathroom attached. The wonderful two in the middle. ഇത് മാടി വിളിക്കുന്നു. അതായത് കുഴങ്ങിയാൽ നമുക്ക് മാറിയിരിക്കാം. ഓരോ സെറ്റപ്പുകളെ So ഇതിനകത്ത് നമുക്ക് കുറച്ച് round up the round up. Basically the full side of the body and the glass is turning around. I'm now locked. No. ഇതിനിടയിൽ കുടിക്കണേ. ഇതുണ്ടാവില്ലേ സ്പൈഡർമാനിലൊക്കെ. This is towel. Guys, here we have a bathtub. Wow. കുറെ നാളെ ഞാൻ വിചാരിക്കുന്നു കിടന്നു കുളിക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ We have soap, towel. സോപ്പ് ചീപ്പ്. This is the biggest bag. Oh my god. No cash. Oh my god, this is number good. ഇവിടെ ഇപ്പൊ സമയം 0:04 ആണ്. ഇത് ദുബായിത്തെ പ്രത്യേക സമയമാണ്. എയർപോർട്ടിൽ നിന്ന് കിട്ടിയതല്ല ചോദിച്ചു വാങ്ങിയതാ. എല്ലാവർക്കും കൊടുക്കണ്ടേ? ഇത് ഫാത്തിമാന്റെ പുതിയ മൈക്ക്. ഇതാണ് എന്റെ പുതിയ മൈക്ക്. ഇവിടെ നമുക്ക് ഖുറാനൊക്കെ വെച്ചിട്ടുണ്ട് അവര്. ഖുറാൻ വായിക്കാൻ അങ്ങനെ ഇതാണ് നമ്മുടെ വ്യൂ ആട്ടോ. വ്യൂ ആണ്. ഒന്നും കാണുന്നില്ല, റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തന്നെയാണ് വ്യൂ. ഇവിടുത്തെ ഏറ്റവും വ്യൂ നല്ല ഞങ്ങൾ തന്നെയാണ്. ഇങ്ങനെ നമ്മൾ മൂടി നിന്നാൽ കാണാൻ പറ്റും. പക്ഷെ രാവിലെ നല്ല വ്യൂ ആണ്. രാവിലെ കാണിച്ചു കൊടുക്കാം. ലൈക്ക് യു കെൻ സീ ലോട്ട് ഓഫ് ദുബായ്. രാവിലെ ചായ ഉണ്ടാക്കാം. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇവിടെ. അത് പൊടിയായിട്ട് വരുന്നത്. വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്? മറ്റേ ബാഗ് എവിടെ? അൺബോക്സിംഗ് ഡ്യൂട്ടി ഗൈസ് ഫൈനലി നമ്മുടെ എനിക്കും കേപ്പിക്കും
മിസ്റ്റർ ഹസ്ബൻഡ് വ്ളോഗിങ് മൈക്ക് കൊണ്ടുവന്നു. ഫ്രീ ആയിട്ട് അതും നമ്മൾ വീണ്ടും അൺബോക്സ് ചെയ്യാം. കേപ്പ് കുറച്ച് കൂടിയ മൈക്കാണ് കേട്ടോ ഗൈസ് കൂടിയ mic, വാങ്ങിക്കണത്. അധികമൊന്നും കൂടില്ല. അപ്പൊ കുറച്ച് അധികം ആൾക്കാർ കാണുക, എന്നാലേ അത് മുതലാവുള്ളൂ. എൻ്റെത് കുറച്ച് കുറഞ്ഞതാണ്. നമ്മള് പാവങ്ങള്, നമുക്കതെല്ലാം മതി. സംഭവം ഇങ്ങനത്തെ ഒരു പെട്ടി നമ്മുടെ ബാക്കി നിഹാൽ ജിംഷ എല്ലായിടത്തും ഇത് തന്നെയാണ് ഗൈസ് ഉള്ളത്. അപ്പൊ എനിക്ക് ഇതൊക്കെ മതി. നമുക്ക് ഹനാൻഷയുടെ അത്ര വലിയ മൈക്കൊന്നും വേണ്ട, നമുക്ക് സാധാരണ മൈക്ക് മതി. വാങ്ങുമ്പോ നല്ല വാങ്ങാം. കല്യാണം കഴിക്കുമ്പോ നല്ല ആളുകൾ കല്യാണം കഴിച്ചില്ലേ, അതുപോലെ എനിക്ക് ചെറിയ സംശയം. നല്ല കിട്ടിക്കോ അജു കൊണ്ടുപോകളെ കലഫ് പോരുട്ടോ. ആണോ? സീനായിട്ട് മൈക്ക് ഇഷ്ടായി. ഇനിയിപ്പോ ഇതിന്റെ നോയ്സ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നീ മിണ്ടാണ്ടെന്നാ ഒരു നോയ്സ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പണക്കെന്തിനാ മൈക്ക് ഒന്നും പറയുന്നില്ലല്ലോ. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഗൈസ് നമ്മുടെ മൈക്ക് ലോക്ക് ആയിട്ടുണ്ട് ഇവിടെ. കിട്ടിയോ ചേച്ചു? കിട്ടിയോ? വീഡിയോ കിട്ടിയോ?